മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭവനദാന പദ്ധതിയിലെ വഴിവിട്ട പോക്കും അർഹതയുള്ള ദാതാക്കളെ കണ്ടുപിടിക്കലും ചിലരുടെ കുത്തകയായി മാറുന്നു. 2026 വട്ടശ്ശേരി തിരുമേനിയുടെ പെരുന്നാളിൽ സഭ കൊട്ടിഘോഷിച്ച് പറയുന്ന 110 സഭാംഗങ്ങൾക്ക് ഭവനം പണിയാൻ 50,000 രൂപ വീതം നൽകുന്നത് നല്ല കാര്യം തന്നെ. എന്നാൽ അർഹതപ്പെട്ടവരെ കണ്ടെത്തുന്ന രീതി തെക്കൻ ഭദ്രാസനമായ തിരുവനന്തപുരത്തിലെയും കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെയും മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ജയിച്ചവരും തോറ്റവരും ഒരുമിച്ച് കൂടിയിരുന്ന് വീതം വെച്ചെടുക്കുന്നത് എവിടുത്തെ ന്യായമാണ്? അത് നീതീകരിക്കാൻ ഒക്കുന്നതേയല്ല. അർഹതപ്പെട്ടവർക്കും ഗോഡ് ഫാദേഴ്സ് ഇല്ലാത്തവർക്കും ഈ പദ്ധതി നഷ്ടമാകുന്നു. ഇത് തികച്ചും അനീതിയാണ്, ജനാധിപത്യ മര്യാദയല്ല. തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നും മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് അതിമോഹത്തോടെ പല പ്രാവശ്യം മത്സരിച്ച് തോറ്റിട്ടിപ്പോൾ മെത്രാനെ തെറി പറഞ്ഞ് ജയിച്ച് ഭൂലോക ഉടായ്പുകാരനും കൂട്ടിക്കൊടുപ്പുകാരനുമായ കുള്ളനും കൊട്ടാരക്കരയിൽ തോറ്റമ്പിയ വ്യക്തിയും ചേർന്നാണ് വീതം വച്ചെടുക്കുന്നത്. ഇവർ തങ്ങളുടെ വരുതിയിൽ നിൽക്കുന്ന അനർഹരെ കണ്ടുപിടിച്ച് നിർബന്ധിച്ച് സഭയുടെ ഭവനദാന പദ്ധതിയിൽ അപേക്ഷ കൊടുപ്പിച്ച് 50,000 രൂപ റെക്കമെൻഡ് ചെയ്ത് തരപ്പെടുത്തി കൊടുക്കുന്ന പരിപാടിയാക്കി മാറ്റി. ഇതൊക്കെ എന്തിനാണെന്നറിയാമോ? ഇനി വരാൻ പോകുന്ന സഭയുടെ മാനേജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിച്ചു വരാനുള്ള ഒരു പൊടിക്കൈ. സഭാ നേതൃത്വം ഇത് മനസ്സിലാക്കിയാൽ ഈ 2 ഭദ്രാസനത്തിലെയും ഇവർ റെക്കമെൻഡ് ചെയ്ത അനർഹരെ കണ്ടുപിടിച്ച് തെളിയിക്കാൻ പറ്റും. ഇവരുടെ ചതിയിൽ വീഴാതെ ഒരു പുനഃപരിശോധന നടത്തിയാൽ കൂടുതൽ ഇത് വ്യക്തമാക്കും. ഞങ്ങളുടെ ഭദ്രാസനത്തിൽ വീട് ആർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നുള്ള ആ ധാർഷ്ട്യം അവസാനിപ്പിച്ചേ മതിയാകും. ഈ 2 ഭദ്രാസനത്തിലെയും ഭവനദാതാക്കളുടെ ലിസ്റ്റ് ഇത് വെളിവാക്കും. ഇവരുടെ കുത്തകയല്ല ഭവനദാന പദ്ധതി, അർഹതപ്പെട്ടവർക്കെല്ലാം കിട്ടണം. ഇതാരുടെയും കുടുംബത്തിൽ നിന്നല്ല കൊടുക്കുന്നത്, പട്ടിണിപ്പാവങ്ങൾ നൽകുന്ന ചാരിറ്റി പണമാണ്. അതാർക്കും എടുത്ത് തന്നിഷ്ടം കാണിക്കാനുള്ളതുമല്ല. ഈവന്മാരുടെ തെമ്മാടിത്തരത്തിന് വഴങ്ങി സഭാ നേതൃത്വം നിന്നു കൊടുത്താൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും.